So back foot landing നമുക്ക് മൂന്ന് ടൈപ്പ് നമുക്ക് ലാൻഡ് ചെയ്യാം. ഒന്ന് സൈഡ് ഓൺ, ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈവൻ ബുംറയുടെ ലോഡ് വരുന്നത് ഇവിടെയാണ്. അലൈൻമെന്റ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ they will get a best and beautiful release point. You have to be a good and strong load. എപ്പോഴും ലോഡിംഗ് സ്ട്രോങ് ആയിരിക്കണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. JT മാർഷലിന്റെ ഹെഡ് കോച്ചായ കോച്ച് സദ്ദാം. സാറേ, ഇപ്പം എന്താണ് നമ്മൾ ഇന്ന് മെയിനായിട്ടും നമ്മളെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മളുടെ ഫോളോവേഴ്സിന് ഒരുക്കി വെച്ചിരിക്കുന്നത്? നമുക്ക് ബേസിക്കലി നമുക്ക് ഫാസ്റ്റ് ബോളിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഫാസ്റ്റ് ബോളിങ്ങിൽ നമ്മുടെ കേരളത്തിലെ പ്ലേയേഴ്സിന് കുറച്ച് അറിവ് കുറവുള്ള പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക്കലി അതൊരു നാച്ചുറൽ ടാലൻ്റ് ആണ് ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്നിക്കലി നമുക്ക് അതെങ്ങനെ കുറച്ചുകൂടി സയൻറ്റിഫിക്കലി എങ്ങനെ പ്രൂവൺ ചെയ്ത കാര്യങ്ങൾ കുട്ടികളിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു കംപ്ലീറ്റ് വീഡിയോ ആണോ അതോ നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഫാസ്റ്റ് ബോളിംഗിൽ 6 ഫേസസ് ആണുള്ളത്. ഈ 6 ഫേസസിനെയും നമുക്ക് 6 ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഏതൊക്കെയാണ് 6 ഫേസസ് വരുന്നത്? First of all, the phase 1 is run up. Okay. Yeah. Second one is your load. Yeah. Third one is back foot landing. Yes. Fourth one is your front foot landing. Yeah. Fifth one is your release point. Yeah. And the sixth one is your follow through. Yeah. Okay. അപ്പോൾ ഒരു ഗംഭീര വിരുന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ കോച്ച് സദ്ദാം ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. First of all, the first phase is run up. സോ എന്താണ് റണ്ണപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം റണ്ണപ്പ് നമ്മൾ ബോളിങ്ങിൽ ഫാസ്റ്റ് ബോളിങ്ങിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ദ സിമ്പിൾ തിങ് ഈസ് നിങ്ങളുടെ റണ്ണപ്പ് നിങ്ങൾ മാർക്ക് ചെയ്യണം. എങ്ങനെ റണ്ണപ്പ് മാർക്ക് ചെയ്യും? സി ഇറ്റ്സ് എ ഫീൽ. റണ്ണപ്പ് മാർക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫീലാണ് ആക്ച്വലി. ഒരു വ്യക്തിക്ക് ഇത്ര റണ്ണപ്പ് എന്ന് ഒരു കോച്ചിന് പറയാനായിട്ട് പറ്റത്തില്ല. അവൻ്റെ മനസ്സിൽ നാച്ചുറലി അവൻ്റെ ഉള്ളിലൊരു ഫീൽ, എനിക്ക് ഈ ഒരു പൊസിഷനിൽ എനിക്ക് എറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത്താണ് അവൻ്റെ റണ്ണപ്പ്. ഓക്കെ, അതിന് 1-2 ഡ്രില്ലുകളുണ്ട്, ഞാൻ വരും വീഡിയോസിൽ ഷെയർ ചെയ്ത് തരാം. ആൻഡ് ഇപ്പോൾ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്റർനാഷണൽ ഫാസ്റ്റ് ബോളേഴ്സ്, എലൈറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് എല്ലാം സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്തിട്ടായിരിക്കും റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ആ ബെൻഡ് ചെയ്യാൻ കാരണം? 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈറ്റ്ലി ബെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഒന്ന്. രണ്ടാമത്, ബെൻഡ് ചെയ്യും തോറും നമ്മൾ സ്ട്രൈഡ് ലെങ്ത് കുറയും. മനസ്സിലായി? നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ സ്ട്രൈഡ് ലെങ്ത് കൂടാനും സ്ലൈറ്റ്ലി ബെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ട്രൈഡ് ലെങ്ത്തിൽ ഓടാൻ പറ്റും. നമുക്ക് ബോഡിക്ക് ആവശ്യമായ സ്ട്രൈഡ് ലെങ്ത്തിൽ നമുക്ക് ഓടാൻ പറ്റും. ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്, റണ്ണപ്പ് സ്പീഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റണ്ണപ്പ് സ്പീഡ്. റണ്ണപ്പ് സ്പീഡ് എപ്പോഴും, അതായത് ഇത്ര ശതമാനം വെച്ച് ഓടണം അല്ലെങ്കിൽ ഇന്നതാണ് റണ്ണപ്പ് സ്പീഡ് എന്നൊരു കണക്കില്ല. നാച്ചുറലി നിങ്ങൾക്കൊരു ഫോഴ്സ്, എന്തിനാണ് നമ്മൾ ഓടുന്നത്? നമ്മൾ മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റണ്ണപ്പ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊമെന്റം ടു ക്രിയേറ്റ് ഫോഴ്സ്, അതാണ് നമ്മുടെ ആവശ്യം. അത് ഒരു കോച്ചിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അതെല്ലാം ആ ബോളറുടെ ഫീലാണ്. യു ക്യാൻ ടേക്ക് സം ടിപ്സ് ഫ്രം കോച്ച്, ദാറ്റ്സ് ഓക്കെ. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇത് കംപ്ലീറ്റ്ലി ബോളറുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. നാച്ചുറൽ ഫീലാണ് ആക്ച്വലി. സോ എപ്പോഴും അത് നിങ്ങൾ സെൽഫായിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദെൻ ദ സ്പീഡ് യു ക്യാൻ ഒപ്റ്റിമം സ്പീഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. നോട്ട് മാക്സിമം, നോട്ട് മിനിമം, ഇൻ ബിറ്റ്വീൻ, ഒപ്റ്റിമം സ്പീഡ്. സോ ആ സ്പീഡിൽ നമ്മൾ ആ റിതം കണ്ടെത്താൻ നോക്കുക, ഗ്രാജുവലി ആക്സലറേറ്റ് ചെയ്യാൻ നോക്കുക. അതായത് പെട്ടെന്ന് തന്നെ സ്പീഡ് ജനറേറ്റ് ചെയ്യാണ്ട് സ്ലോലി നമ്മൾ നമ്മുടെ ഗ്രാജുവലി നമ്മുടെ ആക്സലറേഷൻ, റണ്ണിങ് സ്പീഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മൊമെന്റം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ദാറ്റ് മൊമെന്റം ക്രിയേറ്റ്സ് ആൻഡ് റിസൾട്ട്സ് ഇൻ ദ ഫോഴ്സ്. അങ്ങനെയാണ് നമ്മൾ സ്പീഡ് ജനറേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ആഫ്റ്റർ റണ്ണപ്പ് നമ്മൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജമ്പാണ്. അതല്ലെങ്കിൽ അതിനെ പറയുന്നത് ഇമ്പൾസ് സ്ട്രൈഡ് എന്ന് പറയും. അതായത് ലാൻഡിങ്ങിന് തൊട്ട് മുമ്പുള്ള സ്ട്രൈഡിനെയാണ് നമ്മൾ ഇമ്പൾസ് സ്ട്രൈഡ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് എന്ന് പറയും. നമ്മൾ റണ്ണപ്പിൽ നിന്ന് നമ്മൾ ജമ്പിലേക്കുള്ള ടേക്ക് ഓഫ്. എങ്ങനെ ജമ്പ് ചെയ്യണം? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ ജമ്പ് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നല്ല ഫാസ്റ്റ് ബോളേഴ്സ്, ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൻ പുറത്തുള്ള കുറേ നമ്മുടെ കൂട്ടുകാരന്മാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും ഓടി വന്നിട്ട് ടു ഹൈ ജമ്പ് ആയിരിക്കും, മുകളിലേക്ക് ചാടും, മുകളിലേക്കായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള ടെക്നിക്കാണ്, ആക്ച്വലി റോങ് ടെക്നിക്ക്. കാരണം നമ്മുടെ മൊമെൻറ്റം കട്ട് ചെയ്യണം. നമ്മൾ ഓടി വരുന്ന മൊമെൻറ്റം ഫ്രണ്ടിലേക്കും, നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൊമെൻറ്റം പോകുന്ന ബോഡി മൊമെൻറ്റം പോകുന്ന മുകളിലേക്കുമാണ്. ദെൻ അപ്പോൾ ഇത്രയും നേരം ഓടി വന്ന ഫോഴ്സ് അവിടെ കട്ടായതിനു ശേഷമാണ് മുകളിലേക്ക് പോകുന്നത്. ഒരു കാരണവശാലും നമ്മളത് ചെയ്യരുത്. ലെസ് ജമ്പ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാക്ക് ഫുട്ട് ലാൻഡിങ് വരുന്നോ നിങ്ങൾക്ക് അത്രയും ക്വിക്കായിട്ട് ബോൾ ചെയ്യാൻ പറ്റും. ബാക്ക് ഫുട്ട് ലാൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് ഈസ് യുവർ ലോഡ്.
യുവർ ലോഡ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, സ്ട്രോങ് സെറ്റപ്പിൽ ലോഡ് വേണം എപ്പോഴും. സി ദർ ആർ 3 types of actions. അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓപ്പൺ ആക്ഷൻ ഉണ്ട്, സൈഡ് ഓൺ ഉണ്ട്, സെമി സൈഡ് ഓൺ ഉണ്ട്. സോ ലോഡിങ് നമ്മളെല്ലാവരും പറയുന്ന ഒരു ചിന്നിൻ്റെ അടുത്ത് മാക്സിമം പിടിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ദാറ്റ് ഈസ് ഗുഡ്, അത് തെറ്റാണെന്ന് പറയുന്നില്ല. ബട്ട് ലോഡിങ് ഇസ് ഓൾസോ എ ഫീൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മുകളിൽ കൊണ്ടുപോകും. ലൈക്ക് ജോഫ്രെ ആർച്ചർ കുറച്ച് മുകളിലാണ് കൊണ്ടുപോകുന്നത്, ഡെയിൽ സ്റ്റീൻ കുറച്ച് സൈഡിലാണ് കൊണ്ടുവരുന്നത്. ഇറ്റ്സ് അപ് ടു ദ ഫീൽ. നിങ്ങളുടെ നാച്ചുറൽ ആക്ഷനെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നോ അതെല്ലാം സ്വീകരിക്കാം. നാച്ചുറൽ ഫസ്റ്റ്, ടെക്നിക് ഇസ് സെക്കൻഡ്. നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ എബിലിറ്റി അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ലോഡിങ് സ്ട്രോങ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്പൾസ് സ്ട്രൈഡ് ഹാവ് ടു ബി മോർ ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് ശ്രദ്ധ കൊടുക്കണം. ഇമ്പൾസ് സ്ട്രൈഡ് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്തനിങ് ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളുടെ ബോഡി സ്ട്രെങ്തനിങ്ങിൽ ഫോക്കസ് ചെയ്യണം. അവിടെയാണ് ഫാസ്റ്റ് ബോളിംഗ് ഇറ്റ്സ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്ട്രെങ്ത്. അതൊരു പ്യുവർലി സ്ട്രെങ്ത് ആയിട്ട് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടോ അത്രയും നിങ്ങൾ വർക്ക് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു നോർമൽ ഒരു ബോഡി വെച്ചിട്ട് നമുക്ക് ഒരു 140-150 കേസ് ഒക്കെ അറിയാന്നുള്ള അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഇമ്പോസിബിൾ എന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഈസി. സ്ട്രെങ്ത് വർക്ക് ചെയ്യുക, സ്ട്രെങ്ത് ആണ് ഫാസ്റ്റ് ബോളിംഗ്. സ്ട്രെങ്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദിവസവും നമ്മൾ വന്നൊരു 3 hours 4 hours ബോൾ എറിഞ്ഞുകൊണ്ട് നല്ല ഫാസ്റ്റ് ബോളർ ആവണമെന്നില്ല, സ്പീഡ് ജനറേറ്റ് ചെയ്യണമെന്നില്ല. സ്ട്രെങ്ത് ആണ് സ്പീഡിന് റിസൾട്ട് ചെയ്യുന്നത്. സോ സ്ട്രെങ്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് ഈസ് ബാക്ക് ഫുട്ട് ലാൻഡിങ്. സോ ബാക്ക് ഫുട്ട് ലാൻഡിങ് നമുക്ക് 3 ടൈപ്പ് നമുക്ക് ലാൻഡ് ചെയ്യാം. ഒന്ന് സൈഡ് ഓൺ, ഒന്ന് സെമി സൈഡ് ഓൺ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഓപ്പൺ. സി 3 ആക്ഷനും നാച്ചുറലാണ്. അതായത് നിങ്ങൾക്ക് ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ എറിഞ്ഞാലാണ് സ്വിംഗ് ഉണ്ടാവുള്ളൂ, നത്തിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് എങ്ങനെ വേണം അറിയാം, കംഫർട്ട്, നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റി എന്താണോ അത് ചെയ്യാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നിങ്ങൾ ബാക്ക് ഫുട്ട് ലാൻഡിങ് ടൈമിൽ ബോഡി സ്റ്റെബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെജോറിറ്റി ബോയ്സ് എസ്പെഷ്യലി നമ്മളുടെ കുട്ടികൾ ബാക്ക് ഫുട്ട് ലാൻഡിങ്ങിൽ ബോഡി ഇങ്ങനെ ഒന്ന് സ്ലൈറ്റ്ലി സൈഡ് വേസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദ സ്ട്രെങ്തനിങ്, ലാക്ക് ഓഫ് സ്ട്രെങ്തിനകത്ത് ഒരു കാരണമാണ്. രണ്ടാമത് ദ അലൈൻമെന്റ് ശ്രദ്ധിച്ചു നോക്കുക. അലൈൻമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമ്മൾ ബാക്ക് ഫുട്ട് ലാൻഡിങ് വന്നിട്ട് അതായത് സംഭവിച്ചു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ഈസ് ഫ്രണ്ട് ഫുട്ട് ലാൻഡിങ്. സോ ഈ ഫ്രണ്ട് ഫുട്ട് ലാൻഡ് എപ്പോഴും ഈ ബാക്ക് ഫുട്ട് ലാൻഡിങ്ങിന്റെ ലൈനിലായിരിക്കണം. ബട്ട് മെജോറിറ്റി ബോയ്സ് ആർ ക്രോസ് ചെയ്തിട്ടാണ് അവർ ലാൻഡ് ചെയ്യുള്ളൂ. ക്രോസ് ലാൻഡിങ് ആയിരിക്കും. ഇത് രണ്ടും ഒരു ലൈനിൽ തന്നെ ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഈസ് പക്ക, ഗ്യാരണ്ടീഡ് ആണ്. ഇത് ഒരു കാരണവശാലും ബാക്ക് ഫുട്ടിനെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ഇത് ഫ്രണ്ടിൽ തന്നെ ആയിരിക്കണം. നേരെ ഫ്രണ്ടിലാണെങ്കിൽ ദാറ്റ് ഈസ് സൂപ്പർ. അത് ഈവൻ ഫ്രണ്ട് ഓണിലും സൈഡ് ഓണിലും സെമിയിലാണെങ്കിൽ നത്തിങ്, നോ മാറ്റേഴ്സ്. നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഒരു ലൈനിൽ ഒരേ ബാലൻസിൽ എറിയാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുൽ ഗെറ്റ് മോർ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് പേസ്. ഫ്രണ്ട് ഫുട്ട് ലാൻഡിങ്ങിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേസ്ഡ് ലെഗ്സ് ആണ്. ബ്രേസ്ഡ് ലെഗ്സ് ദാറ്റ് മീൻസ് അതായത് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ലാൻഡിങ് ടൈമിൽ ഈ കാലിങ്ങനെ മടങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ട ബ്രേസ്ഡ് ലെഗ്സ്. ഇവിടെ നിന്ന് നമ്മൾ ബോഡി വെയിറ്റ് കംപ്ലീറ്റ്ലി നമ്മുടെ ഫ്രണ്ട് ലെഗിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മാക്സിമം പേസ് ജനറേറ്റ് ചെയ്യുന്ന പൊസിഷൻ ആക്കി പറയുന്നത്. സോ ബ്രേസ്ഡ് ലെഗ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ പൊസിഷൻ ഓഫ് യുവർ ടോസ്, ഫ്രണ്ട് ലെഗ് ടോ പൊസിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ചില ആളുകൾ ടോ സ്വേ വേ സ്ലൈറ്റ്ലി എവേ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ദാറ്റ് മേ കോസ് ഇഞ്ചുറി ഇൻ യുവർ നീസ് ആൻഡ് ഓൾ. സോ ബെറ്റർ ടു ഫേസ് ദ ടോ ടു ദ ബാറ്റ്സ്മാൻ. ഓക്കെ, ഇപ്പോൾ കോച്ച്, ഇപ്പോൾ നമുക്ക് ലെഗ് കുറേ ഇന്റർനാഷണൽ ബോളേഴ്സ് തന്നെ ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ എന്താണ്, അപ്പോൾ അവരും ഇന്റർനാഷണൽ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ബെൻഡ് ചെയ്യുന്നതിനുള്ള പ്രോബ്ലംസ് എന്താണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ കോച്ച്. ലവ്ലി. ആക്ച്വലി കുറേ ലോട്ട് ഓഫ് ഇന്റർനാഷണൽ ബോളേഴ്സ് ബോളിംഗ് ലൈക്ക് ദിസ്, ഫ്രണ്ട്ലി ബെൻഡ് ലൈക്ക് അവർ മുഹമ്മദ് ഷമി ഇസ് ലൈക്ക് ദിസ്, ആൻഡ് സംടൈംസ് ഇഷാന്ത് ശർമ്മ ഇസ് ലൈക്ക് ദിസ്. ഇഷാന്ത് ശർമ്മ സി നമുക്ക് ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഇവിടെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ട്രെങ്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റണം. You can watch Bhuvneshwar Kumar, then Mohammad Shami, Ishant Sharma, Bumrah. They were not technically perfect fast bowlers. ഇവരാരും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സ് അല്ല. ബട്ട് അവർക്ക് ഒരു സ്ഥലത്ത് മൈനസ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്ലസ് മറ്റുള്ള സ്ഥലങ്ങൾ അവർ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അവർ മേ ബി ഇഞ്ചുറി പ്രിവെൻഷൻ ചാൻസസ് കൂടുതലാണെങ്കിൽ അത്രയും ജിം വർക്കൗട്ട്സ്, ജിമ്മിൽ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ അങ്ങനെ നിങ്ങളെ തന്നെ പഠിക്കാൻ പറ്റണം. നിങ്ങളുടെ ടാലൻറ്റ് എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണ്, എവിടെ ഡെവലപ്പ് ചെയ്യണം, എനിക്ക് എന്ത് ഇഞ്ചുറീസാണ് എൻ്റെ ഈ ആക്ഷനിൽ വരാൻ സാധ്യതയുള്ളത്, എൻ്റെ പ്ലസസ് എന്താണ്, മൈനസസ് എന്താണ്, അതെല്ലാം നിങ്ങളുടെ കോച്ചസായിട്ട് ഇരുന്ന് സംസാരിച്ച് എപ്പോഴും കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. കോച്ചസായിട്ട് ഇരിക്കുക, നിങ്ങളുടെ മെൻറ്റേഴ്സായിട്ട് ഇരിക്കുക, നിങ്ങളുടെ ചേട്ടന്മാരായിട്ട് ഇരിക്കുക, സംസാരിക്കുക. ഇതാണ് സാർ എൻ്റെ കാര്യം, എനിക്ക് ഇങ്ങനെയാണ്, എൻ്റെ ആഗ്രഹം ഇതാണെന്ന് പറയുമ്പോൾ അവരെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. നല്ല കോച്ചസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നല്ല ക്രിക്കറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്
നല്ല കോച്ചസാണ്. നല്ല കോച്ചസും ഒരു ക്രിക്കറ്റേഴ്സ് തമ്മിലൊരു ഫ്രണ്ട്ലി ബോണ്ടിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയില്ല, ഈ IPL ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും രഞ്ജി ട്രോഫി ആണെങ്കിലും അതെല്ലാം നമ്മുടെ കയ്യെത്താ ദൂരം തന്നെയാണ്. ഇതൊന്നും ദൂരമൊന്നുമല്ല. എല്ലാം നമുക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സ് നമുക്ക് തീരുമാനിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി വെരി ഈസി തിങ്, ആക്ച്വലി വെരി വെരി ഈസി തിങ്. The next is the release point. Release point എപ്പോഴും മേജർ എല്ലാ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെയും അലൈൻമെൻറ്റ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് എ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ റിലീസ് പോയിന്റ്. ജസ്റ്റ് നമ്മുടെ തലക്ക് തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. നേരെ തലയുടെ മുകളിൽ നിന്നായിരിക്കും നമ്മുടെ റിലീസ് പോയിന്റ് പറയുന്നത്. ഇഫ് ഇറ്റ്സ് കം ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്, ഇറ്റ്സ് എ ഹൈ ചാൻസ് ഫോർ ദ ഷോർട്ട് ബോൾസ്. ബേസിക്കലി ഡെയിൽ സ്റ്റീൻ, ബ്രെറ്റ് ലീ, മോണി മോർക്കൽ എല്ലാവരും ബൗൺസേഴ്സ് എറിയുന്ന സമയത്ത് അവരുടെ റിലീസ് പോയിന്റ് തലക്ക് തൊട്ട് മുമ്പിലായിരിക്കും. സോ ദേ വിൽ ഗെറ്റ് മോർ പേസ് ഇൻ ബൗൺസേഴ്സ്. So they'll get more accuracy in bounces, more speed and all. And you can use a little bit behind from here for slowers, some leg slowers, back of hand and off cutters, off slowers, off spin slowers. But the perfect for medium bases, for better speed, you have to release from here, just top of your head. Simple. Okay, the last stage is follow through. So നിങ്ങൾ റിലീസ് പോയിന്റിന് ശേഷം നമ്മൾ ഒരു ഫോഴ്സ്, മാക്സിമം ഫോഴ്സാണ് നമ്മൾ റിലീസ് പോയിന്റിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഫോഴ്സിനെ അബ്സോർബ് ചെയ്യാനുള്ള നമ്മുടെ നാച്ചുറൽ എബിലിറ്റി, ബോഡി എബിലിറ്റിയാണ് ഫോളോ ത്രൂ. അതല്ലാതെ നമുക്ക് ഹൈ റിസ്ക് ഓഫ് ഇഞ്ചുറീസ് ആണ്. ബാക്ക്, നീ എല്ലായിടത്തും ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഫോളോ ത്രൂ ഇസ് മസ്റ്റ്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോളോ ത്രൂ വരുത്തണം. അത് നിങ്ങൾക്ക് ഇഞ്ചുറി പ്രിവെൻഷന് കുറേ അധികം ഹെൽപ്പ് ചെയ്യും. മിക്ക ഫാസ്റ്റ് ബോളേഴ്സ് ഓടി വന്നിട്ട് ജസ്റ്റ് ഒരു സ്ഥലത്ത് നിന്നിട്ട് സ്റ്റക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. സോ അവർക്ക് എല്ലാം ബാക്ക് പെയിൻസ് ഒക്കെ കൂടുതലായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇതാകുമ്പോൾ കംപ്ലീറ്റ് ഫോളോ ത്രൂ. അതൊരു സ്മൂത്ത് ആയിട്ടുള്ള ആക്ഷനും സ്മൂത്ത് ആയിട്ടുള്ള റിലീസിനും എല്ലാം ഹെൽപ്പ് ചെയ്യും ഫോളോ ത്രൂ. അപ്പോൾ കോച്ച്, ഈ 6 ഫേസസ് ഉണ്ടെങ്കിൽ ഒരു ബോളർ, ആ ബോളറുടെ നോർമൽ സ്പീഡ് 110 ആണെന്ന് വിചാരിക്കുക. ആ ബോളറെ നമുക്ക് 140 എത്തിക്കാൻ പറ്റും. അതോ ഇത് ഇപ്പോൾ നമ്മളൊരു 18 വയസ്സുള്ള ഒരു പയ്യനെ ആണെന്ന് വിചാരിക്കുക, അതേപോലെ തന്നെ നമുക്കൊരു 40 വയസ്സുള്ള ഒരു ഏജുള്ള ആളെ കിട്ടിയെന്ന് വിചാരിക്കാം. ആ ഏജുള്ള ആളെ നമുക്ക് 110 140 എത്തിക്കാൻ പറ്റുമെന്ന് കോച്ച് വിശ്വസിക്കുന്നുണ്ടോ? 100% നമുക്ക് വിശ്വസിക്കാം. ബട്ട് ദർ ആർ എന്താ പറയുക, കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം കൂടെ ഓർക്കണം. ഹൈറ്റ് ഒരു ഫാക്ടറാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സ്ട്രെങ്ത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പയ്യൻ, ഇപ്പോൾ ഒരു 18 വയസ്സുള്ള പയ്യൻ ഇപ്പോൾ ഏജിൽ എറിയത് 110 ആണെങ്കിൽ അവനെ ഡയറക്റ്റ് 140 എത്തിക്കാതെ 110 എന്നുള്ള ടാർഗറ്റ് 115 ആകാം, 115 എന്നുള്ള 120 ആകാം. എന്നിട്ട് ഇവന് അതിന് ആ സ്പീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾസ്, അവൻ്റെ ജിം വർക്കൗട്ട്സ് എങ്ങനെയാണ്, അവൻ ഏത് ബോഡി പാർട്ടിലാണ് അവൻ്റെ വീക്കായിട്ടുള്ളത്, അവൻ്റെ ലെഗാണ്, അബ്ഡമനാണ്, കോറാണ്, ഷോൾഡറാണ്, ഏത് ബോഡി പാർട്ടാണ് വീക്കാണെന്ന് അറിഞ്ഞിട്ട് ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചിൻ്റെ കൂടെ അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം അവൻ്റെ കോച്ചായിട്ട് ഇരുന്നതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്താൽ ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. ഇതൊരിക്കലും ഇന്ന് നമ്മൾ വർക്ക് ചെയ്ത ഒരാഴ്ചയോ 2 ആഴ്ചയോ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ദർ ഇസ് നോ ഗ്യാരണ്ടി. ബട്ട് അതാണ്, ആ പാത്തിലേക്ക് കൂടിയാണ് നമ്മൾ ആ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഇഫ് ആ പയ്യൻ ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 100% 140 is everything is achievable. Nothing 150 even also achievable. ഓക്കെ, അപ്പോൾ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഷമി എടുക്കുകയാണെങ്കിൽ, ഭുവനേശ്വർ കുമാർ എടുക്കുകയാണെങ്കിൽ, ബുംറനെ എടുക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നിയിട്ടുള്ളത് 3 ടെക്നിക്കാണ്. ഈ 6 ഫേസസ് അവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നത്? എന്താണ് അതിലെ ഒരു സയൻസിലെ പോയിന്റ് വരുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈവൻ ബുംറയുടെ ലോഡ് വരുന്നത് ഇവിടെയാണ്. നമ്മൾ കോച്ചിങ് ആസ്പെക്ട്സിൽ നമുക്കിവിടെ ലോഡില്ല. ഓക്കെ, ഷമിയുടെ ലോഡ് വരുന്നത് ബിഹൈൻഡ് ദ ഹെഡ് ആണ്. ബിഹൈൻഡ് ദ ഹെഡ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ലൈക്ക് ദിസ്. അപ്പോൾ അത്രയും ടൈം അയാൾക്ക് ഇവിടുന്ന് റിലീസ് പോയിന്റിലേക്ക് എടുക്കാനുള്ള സമയം കൂടുതലാണ്. സ്റ്റിൽ ഹി മാനേജ് വെൽ. ഓക്കെ, ഭുവി സെയിം തന്നെയാണ്. ഭുവി ഇങ്ങനെയാണ്, ബോഡി 2 ലോഡിങ്ങും കൈയും ഇതെല്ലാം ലോഡ് ചെയ്യുന്നത് ഒരൊറ്റ സ്ക്വയറിനകത്താണ്. ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഹി മാനേജ് വെൽ. അതാണ് പറയുന്നത്, ഓരോ അത്ലറ്റിന്റെ അവരുടെ ഡെഡിക്കേഷനും അവരുടെ ഡിറ്റർമിനേഷന്റെ പുറത്താണ് ആക്ച്വലി ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു നാച്ചുറൽ ടാലന്റ് ഒരു സംഭവത്തിൽ ഇല്ലെങ്കിൽ വേറൊരു, ഇപ്പോൾ ഷോൾഡർ പവർ, അങ്ങനത്തെ സ്പീഡ്, അതെല്ലാം അതിനെ വേരി ചെയ്യുന്നുണ്ടെന്ന്. 110%. ടെക്നിക് ഇസ് സെക്കൻഡ്. ദാറ്റ് മീൻസ് എപ്പോഴും നിങ്ങൾക്ക് നാച്ചുറൽ എബിലിറ്റിയുടെ കൂടെ ടെക്നിക്സ് ആഡ് ഓൺ ചെയ്യാൻ പറ്റണം. ടെക്നിക്സ് എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നാച്ചുറൽ എബിലിറ്റി ഫസ്റ്റ്, ദെൻ ടെക്നിക്സ്. നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇപ്പം എൻ്റെ പണ്ടത്തെ ഒരു കോച്ച് ഉണ്ട്, ആ കോച്ച് പറയുന്നത് ഈ 12 സ്റ്റെപ്പ് എടുക്ക്, 13 സ്റ്റെപ്പ് എടുക്ക്, ബ്ലൈൻഡ് ആയിട്ടാണ് വന്നിട്ട് പറയുന്നത് 12 സ്റ്റെപ്പ് എടുക്കുക. അങ്ങനെ എല്ലാ കാറ്റഗറിനെയും നമുക്ക് അങ്ങനെ 12-13 സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ഇല്ല, അങ്ങനെ ഒരിക്കലും നമുക്ക് ഇത്ര സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല. അത് ഒരാളുടെ ഫീലാണ്. ആ ഫീൽ അതാണ് റണ്ണപ്പ് എടുക്കേണ്ടത്. അയാൾ സ്റ്റാർട്ട് ചെയ്ത് അയാൾക്കൊരു മൊമെന്റം ജനറേറ്റ് ചെയ്ത്, എനിക്ക് ഈ മൊമെന്റത്തിൽ എനിക്ക് മാക്സിമം സ്പീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അയാൾക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ട്.
ആ പോയിന്റാണ്, ആ പോയിന്റ് എ ടു പോയിന്റ് ബി ആണ് അയാൾ റണ്ണപ്പ് സ്പേസ്. അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരുവിധം ഡൗട്ടെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഈ വീഡിയോ അടിപൊളി ഒരു വീഡിയോ, കുറേ നമുക്ക് തെറ്റിദ്ധാരണകളുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ആം സ്പീഡ് മാത്രമല്ല സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മളെ ഗസ്റ്റായിട്ട് വന്ന നമ്മുടെ കോച്ച്, മാർഷൽ അക്കാദമിയുടെ കോച്ച് സദ്ദാം സാറ് നമുക്ക് വലിയൊരു താങ്ക്സ് പറയുന്നു. ഇനിയും സാറിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ബൈ സാർ. താങ്ക് യു.